എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഉണ്ണി വന്നത് വീഡിയോയിൽ കൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അവൻ്റെ പേരിടൽ ഫങ്ഷനാണ്. അപ്പോൾ കണ്ണൂർ അതിനെ പാൽ കൊടുക്കുക എന്നാണ് പറയാം. നമ്മുടെ നാട്ടിലൊക്കെ അതിന് പേരിടുക എന്ന് പറയും, തൃശ്ശൂർ. അങ്ങനെ അപ്പോൾ ആ ഫങ്ഷനാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരമാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, കണ്ണൂർക്ക് എത്തിയത്. അപ്പോൾ ഇന്ന് 12:45 ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ എല്ലാ ഫംഗ്ഷനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു പനി വരുന്നൊരു ഫീലുണ്ട്. അങ്ങനെ പോരെ അങ്ങനെ. അപ്പോൾ നമ്മൾ 10 മണിയാകുമ്പോൾ റെഡി ആവണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം തന്നെ ഏകദേശം 10 മണിയായി. ഡ്രസ്സൊക്കെ അയൺ ചെയ്യാണ്ട്, ഇപ്പോൾ അതൊക്കെ അയൺ ചെയ്യണം. പിന്നെ താഴെ ഉണ്ടായിരുന്ന ക്ലിപ്സ്, താഴത്തെ ഉള്ള ആൾക്കാരെ ക്ലിപ്സും ഇതൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോ അപ്പോൾ നമുക്ക് പോയി. അപ്പോൾ നമുക്ക് പ്രോഗ്രാം കാണാം. ഓക്കെ, ഇട്ടോക്കിയാ അത് ശരി. കുറച്ച് ബാക്കി അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരത തൊട്ടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പം ഞാൻ പിന്നെ അവനെ എടുത്തിട്ട് കുറച്ച് ഡ്രസ്സ് അയൺ ചെയ്യാൻ വേണ്ടി മോളിക്ക് വന്നു. ചേട്ടാ ഹായ് പറ, വീഡിയോയാ. അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ തീരെ നേരം ഉണ്ടായിരുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിച്ചിട്ട്. പിന്നെ ഇപ്പോഴും നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളായിരുന്നു വീട്ടിൽ നിന്ന് ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ ആൾക്കാർ. ബാക്കി ഒരു 1-2 ട്രിപ്പ് ആൾക്കാർ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ഞാനും ഉണ്ടാവും സെയിം കളർ കോസ്റ്റ്യൂംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഓഡിറ്റോറിയത്തിലെത്തി. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറിയ പാടെ കണ്ടത് നമ്മുടെ ഐഗുമ്മേനായിരുന്നു. ഐഗുമ്മയാണെങ്കിൽ കുട്ടിപ്പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ടാപ്പോൾ പിന്നെ അവിടെ എത്തിയ പാടെ ഫുൾ ഓടിക്കളിക്കലൊക്കെ ആയിരുന്നു. അങ്ങനത്തെ അമ്മ സ്റ്റേജിൽ കയറിയിട്ട് നൂലുകെട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ഇങ്ങനെ വന്ന കസിൻസിനോടൊക്കെ പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. അങ്ങനെ യാഷുട്ടീനെയൊക്കെ കണ്ട് ശങ്കുമ്മ നല്ല കളിയായിരുന്നു. പിന്നെ ചേച്ചി ഏട്ടനും 2 പിള്ളേരും കൂടിയിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു വന്നപ്പോൾ. माधव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव देव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव
മാമവദേവാ. അപ്പം നമ്മുടെ കുഞ്ഞിക്കണ്ണന് പേരിട്ടു. രേവന്ത് എന്നാണ് പേര്. ഏട്ടൻ്റെ സെലക്ഷൻ തന്നെയായിരുന്നു. രേവന്ത് രഞ്ജിത്ത് എന്നാണ് ഫുൾ നെയിം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ കോസ്റ്റ്യൂം. ഇതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. വേറെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ദാ നമ്മളിവിടെ കുഞ്ഞാവയ്ക്ക് പാൽ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ ദാ പാൽ കൊടുത്തു. അങ്ങനെ നമ്മുടെ കുഞ്ഞിക്കണ്ണൻ ത്രൂ ഔട്ട് അത്യാവശ്യം കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാ കുട്ടികളും ഇങ്ങനെ തന്നെയാണ്. അവരുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അന്നത്തെ ദിവസം മാത്രം എന്താണെന്നറിയില്ല നല്ല വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാലും ഒരുവിധം അവൻ നമ്മളോട് സഹകരിച്ചു കേട്ടോ. ഓൾറെഡി പാൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ചെറിയൊരു ഫോട്ടോ പോസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്ത് ഭംഗിയാലേ ഇവരെ 4 പേരെ ഇങ്ങനെ ഒന്നിച്ച് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി ആന്നേ പല്ലും തേക്കൂല കുളിക്കയില്ല. അത് വെറുതെ പറഞ്ഞത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ പാടാന്നറിയാം. ബാക്ക് ക്യാമറ ഇടാൻ എനിക്ക് കാണണ്ട. ശംഖുവിനെ ഒന്ന് ഒരുമിച്ച് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചുറ്റും കൂടി നിന്ന് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എന്തോ ഒരു വാശി പോലെ ചിരിക്കാണ്ടിരിക്കുന്നു. എനിക്കൊരാഗ്രഹം നമ്മൾ രണ്ടുപേരും ഒരേ കോസ്റ്റ്യൂം ഇട്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ പിന്നെ വന്ന ആൾക്കാരെല്ലാം കുറച്ചായിട്ട് ഫുഡ് കഴിക്കാൻ പോയി. നമ്മുടെ മോൻ്റെ സ്വഭാവം കുറച്ചൊന്ന് മോശമായപ്പോൾ അവനെയും കൊണ്ട് പാൽ കൊടുക്കാൻ പോയി ചേച്ചി. അങ്ങനെ ബാക്കി ഇത് ഒഴിഞ്ഞ കസേരകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പേരൊക്കെ ഫുഡ് കഴിക്കുകയായിരുന്നു. ഓ കപ്പിൾസ്, ഞാൻ കപ്പിൾസിനെ കാണിച്ചു തരാം. கனவுகள் தேய்ந்தாதென்று கலங்கிடக்கூடாதென்று தினம் தினம் இரவு வந்து தூங்கச் சொல்லியதே. எனக்கென உன்னை தந்து உனக்கிரு கண்ணை தந்து அதன் வழி எனது காணா காணச் சொல்லியது. நீ அடம் பிடித்தாலும் அடங்கி போகின்றே. மடி மெத்தை மேல் மடங்கிக் கொள்கின்றே. தனத்தான தரணம் தம் தனத்தான
തരണം തം തനത്താന തരണം തം. வாவெண்ணிலாவே வாடாத பூவே என் வாழ்வில் மீண்டும் என ஈன்ற தாயே கண்ணோடு இமையாய் சுகமான சுமையாய் இது கையில் ஏந்தி தாலாட்டுவேனே காற்றோடு தலை கோதி நதியோடு தவழ்ந்து உயிரோடு உயிராக உறவாடும் அழகே பனியோடு விளையாடி மலரூஞ்சலாடி தரை வந்து தமிழ் பேசும் இரு கால் வெண்ணிலவே சிறகாக உன்னை நான் ஏந்தி செல்வேன் சிலுங்காமல் உன்னை நான் பார்த்து கொள்வேன் ஒரு கோடி இன்பங்கள் உன்னை பார்த்த நொடியில் நான் வாழும் நாள் மட்டும் நீ எந்த மடியில் உன்னை ஈன்ற பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது. വിശക്കുന്നുണ്ട് ഗൈസ്. ഫുഡ് ഇത് എവിടെ ഉണ്ട്? കളറിന് വരുന്നു. ഓ മധുരമുണ്ട്. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു 3 മണിയാകുമ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോഴത്തേനും എല്ലാവരും വിശന്ന് ഒരു പരിവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഫുഡ് കഴിക്കാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള കാഷ്വൽ ടോക്സ് അങ്ങനെ പോകുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് പണിയുണ്ട്. കാരണം ഞങ്ങൾ ഇത് കഴിഞ്ഞ് ഇവിടുത്തെ ബംഗാളികളാണ്. അങ്ങനെ ഇതാ കണ്ട എല്ലാം കഴിഞ്ഞ് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഇന്നത്തെ കഥാനായകൻ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും കാലിയായിട്ട് അവിടുന്ന് എല്ലാവരും വീട്ടിൽ പോയി. ഇതാണ് ഞങ്ങളുടെ ചക്കരക്കുട്ടൻ. ഇതെല്ലാം നേരത്തെ കണ്ട്. ഹായ് ചിപ്പൂനെ നോക്കിയേ. അയ്യേ ചിപ്പൂട്ട വീഡിയോ വരുമ്പോ ചിപ്പു പാലും കുപ്പി പിടിച്ചിരിക്കുന്നു. തൊട്ട് മുന്നേ കണ്ട ക്ലിപ്പ് പ്ലാൻഡാന്ന് ആരും പറയില്ലല്ലോ. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉണ്ടല്ലേ. ആക്ച്വലി ശരിക്കും ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചീറ്റിപ്പോയി. അതാണ് ഉണ്ടായത്. ഇതെല്ലാം റെക്കോർഡാവുന്നുണ്ട് സന്ധ്യ. ബസ്സിന് സമയത്ത് ഓടുന്നത് ഇങ്ങനെ മുഖം തുടച്ചെടുക്കാം. തലയടിച്ച് തെറിച്ചു വീണ് അന്ന് പോയത് എങ്ങനെ കിളി. അന്ന് കറി കയറിയതാ കിളി. ഇങ്ങനെ അടിച്ച് കഴുകത്തോടെ അടിച്ചിട്ട് മഹാമീനെ നോക്കി ഹനുമാൻ ബാക്കിയുള്ളത് കൊണ്ട് പോവുകയാണ്. ലിഫ്റ്റ് കിട്ടിയില്ല. ഇനിതാ ഒന്ന് ഞാൻ ഫ്രീയാ. ഉണ്ണിയമ്മ പാവാടന്ന് നൂലൊടിക്ക്. അങ്ങനെ പിന്നെ അവിടുന്ന് ബാക്കി വന്ന സാധന സാമഗ്രികളെല്ലാം എടുത്തിട്ട് നമ്മളിതാ വീട്ടിലോട്ട് പോവാണ്. ഇനി അടുത്തത് നാളെ വിഷു ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസം വിഷു ആണ്. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലും കാര്യങ്ങളൊക്കെയാണ് ഇനി ബാക്കി ഉണ്ടാവുക. സോ നമ്മളിതാ ഇവിടുന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി അവിടെ നിന്നുള്ള വിശേഷങ്ങൾ കാണാട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കുറച്ച് നേരം എല്ലാവരും കൂടി വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പോയി ഡ്രസ്സൊക്കെ മാറി വന്ന് എല്ലാവരും ഒന്ന് ഉഷാറായി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പത്തേനും നമുക്ക് തിരക്കായില്ലേ, നമുക്ക് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട്. ഇതിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുക കേട്ടോ.
ആരാണ് ഗിഫ്റ്റ് പൊളിക്കേണ്ടത്, ആരാണ് കാണിക്കേണ്ടത്. കാരണം എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയി കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണാൻ. അപ്പം ഞങ്ങൾ 3 ആളും കൂടെ നിരന്നിരുന്ന് പൊളിക്കായിരുന്നു. ഇതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അമ്മമാരും അച്ഛന്മാരൊക്കെ ഉണ്ട്, പക്ഷെ അവരേനൊന്നും വീഡിയോയിൽ കിട്ടിയില്ല. അങ്ങനെ ഇതാണ് നമുക്ക് കിട്ടിയ കുഞ്ഞുവാവയ്ക്ക് കിട്ടിയ ഡ്രസ്സും ഗോൾഡും കാര്യങ്ങളൊക്കെ. ഇതാണ് അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സീൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റാണ്. ഇത് ചിന്നു കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ചെയ്തൊരു ഫ്രെയിമായിരുന്നു. അപ്പോൾ അവളുടെ വക കുഞ്ഞുവാവയ്ക്കുള്ളൊരു ഗിഫ്റ്റായിരുന്നു അത്. അപ്പോൾ ഇതോടുകൂടി കുഞ്ഞുവാവൻ്റെ പേരിടുന്ന ചടങ്ങിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഇത് കംപ്ലീറ്റ് അല്ലെന്നറിയാൻ എനിക്ക് കൂടുതലൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി അത്ര നല്ലതല്ലായിരുന്നു. പിന്നെ ഇത്രയും എടുത്തു തന്നതിൻ്റെ മാളുവാണ്. സോ താങ്ക് യു മാളു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.